ഇത് പിടിച്ചിട്ട് ഇവിടെ മെമ്പർമാർക്കൊക്കെ 5 ലോഡ് വേണം, 3 ലോഡ് വേണം, 2 ലോഡ് വേണം എന്നൊക്കെ പറഞ്ഞ് നമ്മളടുത്ത് വരും. ഈ അവിടെ പൊളിക്കുമ്പോൾ നമ്മളടുത്ത് വരും. എല്ലാവരെയും കൊടുത്ത് തൃപ്തിപ്പെടുത്താൻ പറ്റും. തുറന്ന് പറയാം. വെറുതെ ഈ പഞ്ചായത്തിനെ മാനം കടത്താൻ വേണ്ടി ആരോപണമാണോ അതോ അല്ലല്ല, തെളിവുണ്ടാണ്. ഈ അണ്ണനാണ് കൊണ്ടുവന്നത്. അത് നിങ്ങളുടെ ഭാഷയാണ്. എനിക്ക് ആ ഭാഷ എനിക്ക് അറിഞ്ഞൂടാ. അത് നിങ്ങളുടെ ഭാഷയാണ്. അല്ല, ഞാൻ കൊണ്ട് തരേണ്ട ഒരു ഇത് എനിക്ക് തോന്നിയുണ്ട്. സാറിന് ഇതിന്റെ ആവശ്യമില്ല. ഇത് കോടതിയിൽ കേസുണ്ടെന്ന് അറിയിക്കാതെ പല ലേലങ്ങൾ രണ്ടാമത്തെ ലേലം വെച്ചു. അങ്ങനെ അവർക്ക് കഴിയുമെന്ന് എനിക്കറിയില്ല. കോടതി കിടക്കുന്ന കേസ് വെച്ചിട്ട് ഇവരെങ്ങനെ വീണ്ടും ലേലം ചെയ്ത് കൊടുക്കുന്നത്? അതെന്നാ നിങ്ങളൊക്കെ വലിച്ച വട്ടിലായി അല്ലേ? നമ്മളൊക്കെ വലിപ്പിച്ച് ആ പരിപാടിയാണെന്ന് എനിക്ക് തോന്നിയില്ല. അല്ല, അങ്ങനെയാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞങ്ങളോട്. അല്ല, അതാണെന്ന് എനിക്ക് തോന്നിയില്ല. കാലാകാലങ്ങളിൽ എന്റെ അച്ഛൻ മുതൽ നമ്മൾ ലേലം എടുത്തോണ്ട് ദേവസ്വം ബോർഡ് ലേലം എടുത്തോണ്ടിരിക്കുന്ന ആളാണ്. നിരവധി പേരുടെ ആശങ്കയാണ് ഞങ്ങൾ പുറത്തുവിടുന്നത്. നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ചിറയിൻകീഴ ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിന് മുന്നിലാണ്. അറിയാൻ കഴിയുന്നത് കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റുന്നതിന് വേണ്ടി ഇവിടെ ലേലം വെച്ചിരിക്കുന്നു എന്നാണ് അറിയുന്നത്. പിന്നീട് ഈ വാർത്തയ്ക്ക് ആധാരം എന്ന് പറയുന്നത് വിഷ്ണുദാസ് എന്ന ഒരു കരാറുകാരൻ. അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഇതിനു മുമ്പ് ഈ ഇപ്പോൾ ലേലം ചെയ്യുന്ന അല്ലെ ഈ പൊളിപ്പല്ല, പൊളിപ്പ് ലേലത്തിൽ പിടിച്ചതാണ് എന്നാണ്. എന്നാൽ ഇദ്ദേഹത്തിന്റെ പണവും പോയി ഇപ്പോൾ വലിച്ച മട്ടിലാണ്. താങ്കൾ ഇതിനു മുമ്പ് ഈ കരാറൊക്കെ എടുക്കുന്ന ആളാണ്. ഇവിടുന്ന് കരാറെടുത്ത് അടുത്ത പബ്ലിക് മാർക്കറ്റ് ഞാൻ ഇടിച്ചു. കഴിഞ്ഞ വർഷം എടുത്തിടിച്ചു. അത് വൃത്തിയാക്കി കൊടുത്തു. അതിന്റെ കാര്യങ്ങൾ ചെയ്തു. അതിന്റെ 50,000 രൂപ എനിക്ക് ഇപ്പോഴും കിട്ടാറുണ്ട്. ഈ പഞ്ചായത്ത് എനിക്ക് തന്നിട്ടില്ല. അതായത് ഞാൻ കെട്ടിവെച്ച പൈസ ഇവിടെ ഡിപ്പോസിറ്റ് എന്നും പറഞ്ഞ് ചെയ്ത പൈസ ഈ പഞ്ചായത്ത് എനിക്ക് തന്നിട്ടില്ല. വെറുതെ ഈ പഞ്ചായത്തിനെ മാനം കടത്താൻ വേണ്ടി ആരോപണമാണോ അതോ? അല്ലല്ല, തെളിവുണ്ടാണ്. ഈ അണ്ണനാണ് കൊണ്ടുവന്നത്. ശരി, എന്തായാലും ശരി. താങ്കൾ പറഞ്ഞ ആൾക്കാർക്ക് അറിയാം. താങ്കളുടെ പേരെന്താണ്? എന്റെ പേര് വിഷ്ണുദാസ്. വിഷ്ണുദാസ്. താങ്കൾ അറിയപ്പെടുന്നത്? ഞാൻ അറിയപ്പെടുന്ന ബോസ് എന്നാണ്. ബോസ് എന്നാണോ? എല്ലാവരുടെയും ബോസ് ആണോ? അല്ല, നാട്ടിലറിയ എന്നെ വീട്ടിൽ വിളിക്കുന്ന. താങ്കൾ ഇതിനു മുമ്പ് എന്തെങ്കിലും ടെൻഡർ എടുക്കുകയോ കരാർ എടുക്കുകയോ? ഞാൻ പല കരാറുകളും എടുക്കുകയും ജനങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടി എല്ലാം ശാർക്കര ക്ഷേത്രത്തിന്റെ ഉത്സവ പറമ്പ് മുഴുവൻ എല്ലാ വർഷവും ലേലം എടുക്കുന്ന ഒരു വ്യക്തിയാണ്. 65 ദിവസത്തേക്കും കാലാകാലങ്ങളിൽ എന്റെ അച്ഛൻ മുതൽ നമ്മൾ ലേലം എടുത്തോണ്ട് ദേവസ്വം ബോർഡ് ലേലം എടുത്തോണ്ടിരിക്കുന്ന ആളാണ്. ലേലം എടുത്ത് അത് നടത്തുകയും കാലാകാലങ്ങളിൽ നടത്തുകയും ജനങ്ങൾക്കൊക്കെ നമ്മളടുത്ത് വലിയ കാര്യമാണ്, ഇഷ്ടമാണ്. ഇതുവരെ അവർക്ക് ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരു കാര്യങ്ങളും എന്നിൽ നിന്ന് സംഭവിച്ചു. ചുരുക്കം പറഞ്ഞാല് ഒരു അശക്തന്റെ അല്ല മത്സരിച്ചത് അല്ലേ? അല്ല, ഒരു അശക്തന്റെ എല്ലാവരും മത്സരിച്ചത് ശക്തന്റെയാണ്. നമ്മളെ അത് അങ്ങനെയാണ്. നമ്മളെ ലേലം ഇവിടെ ചിറയൻകീഴ എല്ലാവർക്കും അറിയത്തക്ക ആളാണ്. ചിറയൻകീഴ എന്ന് മാത്രമല്ല, ഈ വ്യാപാര മേളകൾ നടക്കുന്ന എല്ലാ ഉത്സവ മേളകളും എന്നെ അറിയാം. അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ അറിയത്തക്ക ഒരാളാണ്. എല്ലാ വ്യാപാരികൾക്കും എന്നെ അറിയാം. കൊടുത്തിട്ടുണ്ട്. ഞാൻ ബിൽഡറാണ്. നിർമ്മാല്യം ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. ഞാൻ 15 വർഷം പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. ഇന്ത്യക്കകത്ത് ഏത് കമ്പനിയുടെയും കൊടുക്കാം. ശരി, ഇപ്പൊ നിൽക്കുന്നത് ചിറയൻകീഴ് പഞ്ചായത്ത്. എന്താണ് ഇവിടെ ആവശ്യം? ഞാൻ ഇവിടെ വന്നത് പഞ്ചായത്ത് ലക്ഷ്മീപുരം മാർക്കറ്റിൽ 2 ബിൽഡിംഗ്, പഴയ ബിൽഡിംഗ് ഉണ്ട്, പൊളിച്ചു കൊടുക്കുന്നുള്ള ടെൻഡറിന്റെ പരസ്യം കണ്ടുകൊണ്ടാണ്. താങ്കൾ എന്തായാലും ഒരു സീനിയർ സിറ്റിസൺ ആണ് അല്ലേ? താങ്കൾക്ക് ജീവിതാനുഭവം ഉണ്ട്, കാര്യങ്ങളൊക്കെ അറിയാം അല്ലേ? നമ്മുടെ പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട്, നമ്മുടെ ഒരു കാളയെ കാണിച്ചിട്ട് പല ആൾക്കാർക്ക് വിൽക്കുന്ന ഒരു പരിപാടി. ആ പരിപാടിയാണെന്ന് എനിക്ക് തോന്നിയില്ല. അല്ല, അങ്ങനെയാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞങ്ങളോട്. അല്ല, അതാണെന്ന് എനിക്ക് തോന്നിയില്ല. താങ്കൾക്ക് തോന്നിയില്ല? താങ്കൾ ഈ പഞ്ചായത്തുമായി നേരത്തെ ബന്ധമുണ്ട്. താങ്കൾക്ക് അങ്ങനെ ഇല്ല. അപ്പൊ ഈ പറയുന്ന ഇതിന് പിന്നിൽ നിൽക്കുന്നവർക്ക് പറയുന്നത് കള്ളമാണെന്നാണ് പറയുന്നത്? കള്ളമല്ല, അത് ശരിയല്ല. എന്താണ്? ഒരു ലേലം ഒരു പ്രാവശ്യം പിടിച്ചു കഴിഞ്ഞാൽ പഞ്ചായത്ത് കമ്മിറ്റിയാണ് തീരുമാനം എടുക്കുന്നത്. അവർക്ക് സ്ഥിരപ്പെടുത്തണോ വേണ്ടേ? ഇവിടുത്തെ പഞ്ചായത്ത് കമ്മിറ്റിയാണ് അത് ക്യാൻസൽ ചെയ്തത്. അപ്പൊ ആ പഞ്ചായത്ത് കമ്മിറ്റി ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ആ ലേലം അസ്ഥിരപ്പെട്ടു. പിന്നെ പഞ്ചായത്ത് കമ്മിറ്റിയാണ് തീരുമാനം എടുക്കുന്നത്. ഇന്നിപ്പോ ഞാൻ കൊട്ടേഷൻ കൊടുത്ത് എന്റെ ടെൻഡറാണ് വിജയിച്ചാലും നാളെ കമ്മിറ്റി പറയണ ആ ടെൻഡറിന് കൊടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ കമ്മിറ്റി അത് ഈ ലേലത്തിൽ പങ്കെടുത്ത് പൈസ അടച്ചവൻ വെറും മറ്റവനായി. അത് നിങ്ങളുടെ ഭാഷയാണ്. എനിക്ക് ആ ഭാഷ എനിക്ക് അറിഞ്ഞൂടാ. അത് നിങ്ങളുടെ ഭാഷയാണ്. എനിക്ക് ആ ഭാഷ അറിഞ്ഞൂടാ. ന്യായമായിട്ടുള്ള കാര്യം, ന്യായമായിട്ടുള്ള ഒരു സാധാരണ ഭാഷയിൽ പറഞ്ഞാല് ഒരു ലേലം പഞ്ചായത്ത് കമ്മിറ്റി എന്ന് പറയുന്നത് പഞ്ചായത്ത് കമ്മിറ്റിയാണ് തീരുമാനിക്കുന്നത് ലേലം സ്ഥിരപ്പെടുത്തണോ വേണ്ടേ. എമൗണ്ട് കറക്റ്റ് അല്ലെങ്കിൽ വെളിയിൽ നിങ്ങളിപ്പം പഞ്ചായത്തിനെ പറ്റിച്ചെന്നുള്ളത് പഞ്ചായത്തുകാർ പറഞ്ഞ
അത് പറയേണ്ട സാഹചര്യമില്ല. അല്ല, സാഹചര്യം ഉണ്ടായിട്ടാണല്ലോ അങ്ങനെ വന്നത്. അല്ല, ഞാൻ കാരണം ഒരു 5 ലക്ഷം രൂപയോളം അല്ലെങ്കിൽ ഞാൻ എല്ലാ കൊട്ടേഷനും ഞാൻ കൊടുത്തിട്ടുണ്ട്. മാന്യമായിട്ട് പബ്ലിക് ലേലം തന്നെയായിരുന്നു. ആ ലേലത്തിൽ സ്ഥിരപ്പെടുത്തിയിട്ട് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം 2 ലേലം നടന്നു. കഴിഞ്ഞ പ്രാവശ്യം വന്ന് ലേലം പിന്നെ 10 ലക്ഷത്തി ചില്ലാൻ രൂപ വിളിച്ചു. 3 പേരെ അതിന്റെ താഴോട്ട് വിളിച്ച 3 പേരെ വിളിച്ചു പൈസ അടയ്ക്കാൻ. അവര് 3 പേരും പൈസ അടച്ചു. എന്റെ പേര് സുനിൽ ദത്ത്. താങ്കളുടെ സ്ഥാപനത്തിന്റെ പേര് നിർമ്മാല്യം ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വർഷങ്ങളുടെ പാരമ്പര്യമുണ്ട്, വിശ്വസ്തതയുണ്ട് അല്ലേ? താങ്കൾ ഈ ചിറയൻകീഴ് പഞ്ചായത്തുമായി വലിയ ബന്ധമുണ്ട്. ശരി, എന്നാൽ പണ്ടാശാല ജനിച്ചവനാണ്. ശരി, ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴ് പഞ്ചായത്തിന് മുന്നിലാണ്. ഇവിടെ എത്താനുള്ള കാരണം എനിക്ക് പിന്നിൽ നിൽക്കുന്ന വിഷ്ണുദാസ് എന്ന ഈ കരാറുകാരൻ, ഇദ്ദേഹം പറയുന്നത് ഈ ചിറയൻകീഴ് ഗ്രാമപഞ്ചായത്തും പിന്നെ സെക്രട്ടറിയും എല്ലാം ചേർന്ന് പണ്ടുള്ളവർ പറഞ്ഞാൽ ഒരു കാളയെ കാണിച്ച പല ആൾക്കാർക്ക് വിറ്റു എന്ന് പറയുന്ന ഒരു പരിപാടി അല്ലേ? അതിനെന്താണ് അങ്ങനെ പറയാനുള്ള കാര്യം? എനിക്ക് ലേലം ചെയ്ത് തന്നു. ബിൽഡിംഗ് ഇവിടെ ലക്ഷ്മിപുരം മാർക്കറ്റ് ഇടിക്കാനുള്ള അവകാശം എനിക്ക് ആ ലേലം നടന്ന് ഞാൻ പൈസ അടച്ചു. അവർ പറഞ്ഞ പ്രകാരം 25% എൻ്റെ നിരദ്രവ്യം കെട്ടിവെച്ച 30,000 രൂപ അവര് മേടിച്ചിട്ട് ലേലം എന്നെ അറിയിക്കുമ്പോൾ പൈസ കൊണ്ട് ബാക്കി അടയ്ക്കണമെന്ന് പറഞ്ഞു. ബാക്കി പൈസ അടയ്ക്കണമെന്ന് പറഞ്ഞു. ഞാൻ വന്നു പറഞ്ഞു പബ്ലിക് ലേലമായിരുന്നു. അതിൽ 30 പേരോളം അന്ന് 10-30 പേർക്ക് പുറത്ത് ലേലത്തിൽ പങ്കെടുത്തായിരുന്നു. ആ പങ്കെടുത്തപ്പോഴത്തേക്ക് അതിൽ ഒരാള് ഏറ്റവും കൂടുതൽ എമൗണ്ട് പിടിച്ചത് ഞാനാണ് പിടിച്ചത്. അപ്പൊ എനിക്ക് അന്ന് 1,29,000 രൂപയ്ക്ക് എനിക്ക് ലേലം അംഗീകരിച്ചു തന്നു. അത് കമ്മിറ്റി തീരുമാനിച്ചിട്ട് അത് നമ്മൾ അറിയിക്കുമെന്ന് പറഞ്ഞു. സംഘടിപ്പിച്ച ലേലം. ഇതിനു മുമ്പ് ഒരു മാർക്കറ്റ് ഞാൻ ലേലം ചെയ്തപ്പോ അതും ഞാനാണ് പൊളിച്ചപ്പോ ഞാൻ അതിന്റെ പൈസ അവർ ആവശ്യപ്പെട്ട പ്രകാരം കൊണ്ട് അടയ്ക്കുകയും അത് പൊളിക്കുകയും അത് നടത്തി കൊടുക്കുകയും ചെയ്തു. അത് ഒരു വർഷമായി മറ്റേ ലേലം ഞാൻ പിടിച്ചിട്ട് ലേലം പിടിച്ചിട്ട് ഏകദേശം 2 മാസമായി. താങ്കൾ ലേലം കരാറെടുത്തു, ലേലം പിടിച്ചിട്ട് താങ്കൾ പറഞ്ഞ അടച്ചു. എത്ര രൂപയായിരുന്നു അത്? എന്റെ അടുത്ത് 62,000 രൂപ മൊത്തം അവർക്ക് അടച്ചു. ഇപ്പൊ എന്താണ് പറയുന്നത്? ഇപ്പൊ അവര് എന്റെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല. എന്റെ അടുത്ത് അവസാനം എനിക്ക് ഡേറ്റ് കഴിഞ്ഞപ്പോ എനിക്ക് 5-ാം തീയതി ഒരു നോട്ടീസ് വന്നു. ഇത് അതിനു മുമ്പാണ് ഈ ലേലം, രണ്ടാമത്തെ ലേലം നടന്നത്. അപ്പോഴത്തേക്ക് 5-ാം തീയതി എന്റെ പൈസ. അപ്പൊ അതിനു മുമ്പ് ഞാൻ ഹൈക്കോടതിയെ സമീപിച്ചായിരുന്നു. അപ്പൊ ഹൈക്കോടതി കേസ് നടക്കുകയാണ്. അപ്പൊ ആ നടക്കുന്ന സമയത്താണ് ഇവര് ആരെയും ജനങ്ങളെ വരെ അറിയിക്കാതെ, ഇത് കോടതിയിൽ കേസുണ്ടെന്ന് അറിയിക്കാതെ പല ലേലങ്ങൾ രണ്ടാമത്തെ ലേലം വെച്ചു. അങ്ങനെ അവർക്ക് കഴിയുമെന്ന് എനിക്കറിയില്ല. സെക്രട്ടറി ആണ് അതിന്റെ ഉത്തരവാദിത്വം. എന്തായാലും ശരി, കഴിയോ ഇല്ലെന്ന് അറിയില്ല. താങ്കളുടെ പണം നഷ്ടപ്പെട്ടു അല്ലേ? അതിന്റെ പണം താങ്കൾക്ക് ഇപ്പൊ ഈ ലേലത്തുക തിരിച്ചു തന്നാൽ ഈ പ്രശ്നം മാറോ? അല്ല, അത് നിയമപരമായിട്ട് ഞാൻ പോയിരിക്കുകയാണ്. കോടതിയിൽ പോയിരിക്കുകയാണ്. കോടതിയെ തീരുമാനിക്കട്ടെ. ഞാൻ ഇന്ന് പഞ്ചായത്തിൽ ഇന്ന് ലേലമാണെന്ന് അറിഞ്ഞപ്പോ വന്നു. അപ്പൊ അവര് കെട്ടിവെച്ച സമയം കഴിഞ്ഞു. 3ാമത്തെ ലേലമാണെന്ന് അറിഞ്ഞപ്പോ ഞാൻ വന്നു. ആരൊക്കെയാണ് ഇതെന്താണെന്ന് അറിയില്ല. 3ാമത്തെ ലേലത്തിൽ താങ്കളില്ല? ഇല്ല, 3ാമത്തെ ലേലത്തിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല. നിങ്ങളൊക്കെയാരാണ്? അവർക്ക് ലേലത്തിൽ പങ്കെടുത്തു. നിങ്ങളും ലേലത്തിൽ പങ്കെടുത്ത ആളാണ് അല്ലേ? നിങ്ങൾക്ക് ഈ പറഞ്ഞ ഇദ്ദേഹം പിടിച്ച ലേലമാണ് നിങ്ങൾക്ക് പിന്നെ രണ്ടാമത് റീടെൻഡർ ചെയ്തില്ല? ഞങ്ങൾ മൂന്നാമതാണ്. അറിഞ്ഞ് വന്നതാണ്. ശരി, ടെൻഡർ കൊടുത്തോ? എത്രയാ കൊടുത്തോ? അതൊന്നും പറയുന്നു, രഹസ്യമാണോ അല്ലേ? എന്തായാലും ശരി, നിങ്ങൾക്ക് കിട്ടിയില്ല. അല്ല, ടെൻഡർ പൊടിച്ചിട്ടില്ല അല്ലേ? സാറേ, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ കോടതി കിടക്കുന്ന കേസ് വെച്ചിട്ട് ഇവരെങ്ങനെ വീണ്ടും ലേലം ചെയ്ത് കൊടുക്കുന്നത്? അതെന്നാ നിങ്ങളൊക്കെ വലിച്ച വട്ടിലായി അല്ലേ? നമ്മളൊക്കെ വലിപ്പിച്ച്. എന്തായാലും ശരി, ഇതിൽ എന്താണ് സംഭവിച്ചത് എന്നറിയാൻ ഈ പഞ്ചായത്തിന്റെ നാഥൻ എന്ന് പറയുന്നത് സെക്രട്ടറിയാണ്. ആ സെക്രട്ടറിയോട് നമുക്ക് ചോദിക്കണം, അദ്ദേഹത്തിന് എന്തെങ്കിലും ഈ ഒരു വിഷയത്തിൽ പറയാൻ സാധിക്കുമോ എന്ന് നമുക്ക് ചോദിക്കാം. ഞാൻ വിഷ്ണുദാസ്, നേരത്തെ ലേലം പിടിച്ച ആളാണ്. അതിന് കോടതിയുടെ ഉത്തരവാണ്. അതെ, ലേലം അതുകൊണ്ട് അറിയാലോ. 1,29,000 ആദ്യം വിളിച്ചാണ് ഞാൻ ലേലം വിളിച്ചു. വിഷ്ണുദാസ് ലേലം പിടിച്ച എന്നെ കോടതിയുടെ ഉത്തരവാണ്. എനിക്കതേ അറിയാവൂ. take a notice for the respondent to submit that the earlier tender has already been cancelled with a notice to the petitioner. അന്ന് ലേലത്തിൻ്റെ ഒന്നും സാർ ഉണ്ടായിരുന്നു ഇവിടെ. ലേലം നടക്കുമ്പോഴേ സാർ അന്ന ദിവസം ഇവിടെ ഇതിനകത്ത് ഇരിക്കുകയായിരുന്നു. ഇത് ഫയൽ തീരുമാനം പറഞ്ഞിട്ടുണ്ടോ? എന്താ നമ്മൾ ഫയൽ എന്നേ പറഞ്ഞിട്ടുള്ളൂ.
ആ അതിന് തീരുമാനങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ആ വിധികളൊന്നുമില്ല. ആ Put the petition lying in the area that in the circumstances stated in the affidavit filed along with the petition, High Court to be pleased to stay exhibit before proceeding pursuant during the pendency of the petition. ഇതിലൊരു 3 പേജുണ്ട്. അത് സാറിൻ്റെ മെയിൻ പേജാണ്. സാറിന് കിട്ടി? ആ ഹാ ഹാ മൊത്ത പേജിലുണ്ട്. സാർ മൊത്ത പേജിലേക്കുണ്ട്. ആ അതുണ്ട്. ഇപ്പോൾ ഞാൻ സാറിനെ കൊണ്ട് തരണമെന്ന് പറഞ്ഞാൽ അങ്ങനെ വന്നതാണ്. ഇപ്പോൾ അത് എന്ത് ചെയ്യണം സാറ്? ഇപ്പോൾ ഞാൻ എനിക്ക് പിന്നെ ബൈ പോസ്റ്റ് ഓർഡർ പോസ്റ്റ് സാറിന് ഓർഡർ കിട്ടിയിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടില്ല. ആ അല്ല ഞാൻ കൊണ്ട് തരേണ്ട ഒരു ഇത് എനിക്ക് തോന്നിയുണ്ട് സാറിന്. സാറിന് ഇതിൻ്റെ ആവശ്യമില്ല. എനിക്ക് ഇതിൻ്റെ മൊത്തം ഫുൾ പേജ് 3 പേജുള്ളത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ അതിന് 3 പേജാണ്. 3 പേജാണ് ഇതിൽ വരുന്നത്. ആ 3 പേജിൻ്റെ ഉണ്ട്. പി ഡി എഫ് സാറിനോണെങ്കിൽ അത് 3 പേജ് വേണമെങ്കിൽ ഞാൻ തരാം. ഉണ്ട്. സാറിൻ്റെ പേരെന്താണ്? അല്ല സാറിന് വിഷയം അറിയാം. സാറാന്ന് ലേലത്തിനുണ്ടായിരുന്നു. അന്ന് ഉള്ളപ്പോഴാണ് ഈ ലേലം നടക്കുന്നത്. അല്ല സാറ് ഞാൻ ഏറ്റവും കൂടുതൽ തുകയ്ക്ക് ലേലം പിടിച്ചു. ആ ലേലം പിടിച്ചത് എനിക്ക് പൈസ അടയ്ക്കാൻ പറഞ്ഞു. അവർ പറഞ്ഞ പൈസ ഞാൻ ഇവിടെ അടച്ചു. പഞ്ചായത്തിൽ നിന്ന് പറഞ്ഞ പൈസ മറ്റേ പിന്നെ സെക്യൂരിറ്റി എമൗണ്ടിൽ കൂടെ 1,29,000 രൂപ അടച്ചോ? അങ്ങനെയല്ല. അന്ന് സാറ് ലേല വ്യവസ്ഥയിൽ എന്താണോ ഉള്ള ആ എമൗണ്ട് അടച്ചു. അടയ്ക്കാൻ പറഞ്ഞ് അടച്ചു. റെസീറ്റും തന്നു. ലേലം എന്താ അതായത് 32,000 30,000 മൊത്തം 62,000 രൂപ അടച്ചു. ആ 62,000 രൂപ അടച്ചു. പറഞ്ഞോന്ന് പറഞ്ഞാൽ സാറ് ഞാൻ സാറ് ചോദിച്ചുകൊണ്ടാണ് പറയുന്നത്. അന്ന് പറഞ്ഞ് 62,000 രൂപ ഉണ്ടായിരുന്നു. 30,000 രൂപ സെക്യൂരിറ്റി, 32,000 രൂപ 25% അടയ്ക്കാൻ പറഞ്ഞ് അടച്ചു. റെസീറ്റ് 25% അടയ്ക്കാൻ പറഞ്ഞു അടച്ചു. റെസീറ്റ് തരുന്നു. എൻ്റെ ലേലം അംഗീകരിച്ചതായിട്ട് താൽക്കാലികമായി അംഗീകരിച്ചതായിട്ട് പറയുന്നു എന്ന് പറഞ്ഞു. എനിക്ക് ബാക്കി അതിന് മുമ്പ് ഞാൻ ഇത് കണക്ക് ലേലം എടുത്തിട്ടുണ്ട്. അന്ന് എനിക്ക് ഈ 25% ഒന്നും അടച്ചില്ല. അന്ന് എൻ്റെ സെക്യൂരിറ്റി മാത്രമേ പിടിച്ചു വെച്ചോളൂ. ഇവിടെ ഈ പണ്ട് പാർവതിപുരം മാർക്കറ്റ് ഞാനാണ് പിടിച്ചത്. അപ്പോൾ അന്ന് സെക്യൂരിറ്റി മാത്രമേ പിടിച്ചു വെച്ചിട്ട് പറഞ്ഞ് പിന്നെ ഒരു ദിവസം നമ്മൾ അറിയിക്കുമ്പോൾ നിങ്ങൾ ഒന്ന് ബാക്കി പൈസ കൂടെ അടയ്ക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ അറിയിച്ചു. ഞാൻ ബാക്കി പൈസയ്ക്ക് ചെക്ക് കൊടുത്തു. ചെക്ക് കൊടുത്തു മാറി എടുത്തു. ഇതാണ് നടക്കുന്നത് സാറേ. പിന്നെ ഇവിടെ കാര്യമെന്ന് പറഞ്ഞാൽ ഇത് പിടിച്ചിട്ട് ഇവിടെ മെമ്പർമാർക്കൊക്കെ 5 ലോഡ് വേണം, 3 ലോഡ് വേണം, 2 ലോഡ് വേണം എന്നൊക്കെ പറഞ്ഞ് നമ്മളടുത്ത് വരും. ഈ അവിടെ പൊളിക്കുമ്പോൾ നമ്മളടുത്ത് വരും. എല്ലാവരെയും കൊടുത്ത് തൃപ്തിപ്പെടുത്താൻ പറ്റില്ല. തുറന്ന് പറയുകയാണ്. എല്ലാ മെമ്പർമാർക്കും കൊടുത്ത് തൃപ്തിപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ അവർ ചില പാരകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി. കഴിഞ്ഞോണം എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി. ഞാൻ വന്ന് പ്രസിഡൻ്റ് അടുത്തും സെക്രട്ടറി അടുത്തും പറഞ്ഞു, ഈ ഇരിക്കുന്ന മെമ്പർമാരൊക്കെ എൻ്റെ അടുത്ത് ഇന്നതൊക്കെ ചോദിച്ചിരിക്കുകയാണ്, എനിക്ക് കൊടുക്കാൻ പറ്റില്ല. നിങ്ങൾ വേണമെങ്കിൽ ഇത് ഏറ്റെടുത്തോ, എനിക്ക് വേണ്ട എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിലുള്ള വിരോധം പല മെമ്പർമാർക്കും എൻ്റെ കൂടെ ഉണ്ട്. ഇതൊക്കെയാണ് കാര്യങ്ങൾ സാറേ. ഈ സാറിന് ഇതൊന്നും അറിഞ്ഞൂടാ. ഇവിടുത്തെ മെമ്പർമാർക്കെല്ലാം പലരും വന്ന് ആവശ്യപ്പെടുന്നതെല്ലാം നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ആ വിരോധങ്ങൾ ഇവർക്കുണ്ടാവും. അതാണ് സാറേ ഇതിൻ്റെ യഥാർത്ഥ കളികൾ കാര്യങ്ങൾ ഇതൊക്കെയാണ്. നിങ്ങൾ എടുത്തു അല്ലേ സാറേ, ഞാൻ ഇത് പൈസ കൊടുത്ത് പഠിച്ച് എനിക്കിത് എൻ്റെ പൈസ ഉള്ളിപ്പുറക്കി എടുക്കാൻ വേണ്ടിയല്ലേ. ഇത് എല്ലാവരും മെമ്പറും ഞാൻ ഇവർക്ക് കൊടുത്ത ഞാൻ പിന്നെ ഇത് എന്ത് ചെയ്യും സാറേ? അത് എന്നെക്കൊണ്ട് സാധിക്കില്ല. അതിൻ്റെ വാശിയുടെ പുറത്താണ് ഈ കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നത്. സാറിന് ഇതിൻ്റെ കഥകളെന്ന് പറഞ്ഞില്ല, സാറിന് ഇതിൻ്റെ യഥാർത്ഥ കാര്യങ്ങളെന്ന് പറഞ്ഞില്ല. എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ നമ്മളെ കൊണ്ട് പറ്റില്ല. സാറ് മനസ്സിലാക്കണം, എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ നമുക്ക് കഴിയില്ല. ഞാനും ഇത് അരി മേടിക്കാൻ വേണ്ടി എന്തെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞ് ഒരു തൊഴിൽ ചെയ്യുന്ന അപ്പോൾ അത് ഭംഗിയായിട്ട് നമ്മൾ പൂർത്തീകരിച്ച് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് കൊടുത്ത് അടുത്ത ലേലം ഞാൻ പിടിച്ചു. മറ്റേ അവർക്കാർക്കും വേണ്ടായിരുന്നു. അത് കൂടുതൽ എമൗണ്ടിന് എൻ്റെ പേരിൽ അംഗീകരിച്ചു, ലേലം അംഗീകരിച്ചു. ഞാൻ പൈസ അടയ്ക്കാൻ പറഞ്ഞാൽ പൈസ അടച്ചു. അത് മുൻ ലേലത്തിന് അങ്ങനെ ഇല്ലായിരുന്നു. ഈ 5,000 രൂപയായിരുന്നു ലേലം സെക്യൂരിറ്റി.
ഇപ്പോൾ ഈ 30,000 രൂപ വെച്ചാൽ എന്തിനാണെന്നറിയാം, ഈ ലേലത്തിൽ ആരും പങ്കെടുക്കാതിരിക്കാൻ വേണ്ടി. അതും ആ നോട്ടീസിൽ 50,000 രൂപയാണ് വെച്ചിരുന്ന. സാർ മനസ്സിലാക്കണം, ആ പരിശോധിച്ച് പോകണം സാർ. എന്തായാലും ശരി, ഈ ഒരു വിഷയത്തിൽ സെക്രട്ടറിക്ക് പറയാനുള്ളത് കൂടി ഞങ്ങൾ കേട്ടു. ഇത് ഞങ്ങൾ അധികാരികൾക്ക് മുന്നിലേക്കാണ് ഈ ഒരു വിഷയം വെച്ച് തരുന്നത്. കരാറുകാരന വിഷ്ണുദാസ് എന്ന കരാറുകാരന അദ്ദേഹം ഇവിടെ ഈ കരാറെടുത്ത പണം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. പണം മാത്രമല്ല നഷ്ടപ്പെട്ടത്, അദ്ദേഹം ഏകദേശം 2 മാസമായി ഈ ലേല തുക അടച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതമാർഗം കൂടിയാണത്, അതുകൂടി നഷ്ടപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം സാമ്പത്തികം കണ്ടെത്തി ഈ ഒരു ലേലത്തിലേക്ക് അടച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വരുമാനവും നിലച്ചിരിക്കുന്ന അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ ഈ ലേലത്തുക മാത്രമല്ല, അദ്ദേഹത്തിന് നഷ്ടപരിഹാരം കൂടി ഈ ഒരു വിഷയത്തിൽ അത് മേടിച്ചെടുക്കും എന്നാണ്. അതിനുവേണ്ടി അദ്ദേഹം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ക്യാമറമാൻ അനീഷ് മംഗലപുരത്തിനൊപ്പം രജിത് കാര്യത്തിൽ വിസ്വാനോസ്.